Hi everyone, welcome to my channel. ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ വീടുകളിലുമുള്ള സാധനമാണ് വാഷിംഗ് മെഷീൻ. നമ്മളുടെ ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയായിട്ട് അലക്കിയെടുക്കാൻ എല്ലാവരും തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുണ്ട്. ഈ വാഷിംഗ് മെഷീന് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മളിങ്ങനെ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് വളരെയേറെ നന്നായിരിക്കും. നമ്മളുടെ ഡ്രസ്സുകളിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി പിടിക്കാണ്ടിരിക്കാനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഞാനിവിടെ ഈ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ പുറം ഭാഗവും ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം വരുന്ന ഈ ഭാഗമാണ്. ഈ ഭാഗത്ത് ഈ പൈപ്പ് ഊരിയിട്ട് നമ്മൾ അവിടെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പൈപ്പിലൂടെ കരടുകളൊക്കെ വരാറുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് ഊരിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ കിണറിലുള്ള വെള്ളം നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടുള്ളൊക്കെ വെള്ളമാണ് വരുന്നതെങ്കിൽ ഇവിടെ അഴുക്കൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ചിലപ്പോൾ അഴുക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗം ഊരിയിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഊരിയിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇവിടെ അങ്ങനെ അഴുക്കൊന്നും വരാറില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ലിൻഡ് കളക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇത് പല പല മെഷീനിൽ പലതരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഇത് കുറച്ച് പഴയ മെഷീൻ ആയതുകൊണ്ട് ഇതേപോലെയാണ് ഇതിലുള്ളത്. പുതിയതായിട്ട് വരുന്ന മെഷീനിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലതിൽ ഇങ്ങനെ ബോക്സ് പോലെയൊക്കെയാണ് വരുന്നത്. അത് ഇതേപോലെ ഊരിയെടുത്തിട്ട് അതിലുള്ള അഴുക്കൊക്കെ നല്ല പോലെ നമ്മൾ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാം. ബ്രഷിൽ നമുക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷോ എന്തെങ്കിലും ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ തുണികൾ അലക്കാനിട്ടതിലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ നൂലുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഈ അഴുക്കൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുള്ളതാണ്, ഇത് പോവാത്തതാണ്. ഇത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി എപ്പോഴും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തുണികളിലൊന്നും പൊടികളൊന്നും വരില്ല. സാധാരണ ഡാർക്ക് കളറുള്ള ഡ്രസ്സുകളൊക്കെ അലക്കി കഴിഞ്ഞാൽ ഡ്രസ്സിൽ ഇങ്ങനെ പൊടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിൻഡ് കളക്ട് ചെയ്യുന്ന ഈ ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകളിലൊന്നും ഇങ്ങനെ പൊടിയൊന്നും വരില്ല. ഇനി ഇത് വെക്കുന്ന ഈ ഭാഗം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് ഉരച്ചിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ലോണം തുടച്ചു കൊടുക്കുക. നമുക്ക് ഈ ലിൻഡ് കളക്ടർ ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുന്ന ഈ ബോക്സാണ്. ഈ ബോക്സ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഊരിയെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബോക്സ് വെക്കുന്ന ഭാഗവും ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ല പോലെ തുടച്ചു കൊടുക്കണം. ഇനി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് എപ്പോഴും മിക്കവാറും ഇങ്ങനെ സോപ്പ് പൊടിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ലപോലെ തുടച്ചെടുത്താൽ മതി. അല്ലാണ്ട് ഇതിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സോപ്പ് പൊടിയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഭാഗം കൂടെ നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗവും അതുപോലെ തന്നെ ഈ അടപ്പും ഒക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുള്ള മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അധികം അഴുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്രഷ് കൊണ്ട് മാത്രം ഉരച്ചാലും ഇവിടുത്തെ അഴുക്കൊക്കെ പോയി കിട്ടും. ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഈ ബ്രഷ് വെച്ച് ഉരച്ച് കൊടുത്ത ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കാം. ഇതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗവും ഇതിൻ്റെ അടപ്പിൻ്റെ ഉൾവശവും ഒക്കെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഈ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയുമാണ്. ഞാനിവിടെ ഈ വാഷിംഗ് മെഷീൻ ഓൺ ആക്കുകയാണ്. എന്നിട്ട് ഇതിൽ വാട്ടർ ലെവൽ സെലക്ട് ചെയ്യാണ്. ഏറ്റവും കൂടുതലുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഹോട്ട് വാട്ടർ വരാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. അപ്പം ഞാനിവിടെ സാധാരണ വെള്ളത്തിൽ തന്നെയാണ് വാഷ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിൽ റിൻസ് ആൻഡ് സ്പിൻ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് ഈ മെഷീനിൽ ഇങ്ങനെ കാണിക്കുന്ന ടൈം 19 മിനിറ്റ് ആണ്. ഇത് ഓരോ മെഷീനിലും ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 19 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ തന്നെ ജസ്റ്റ് നല്ല വെള്ളം നിറച്ചിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 19 മിനിറ്റ് കൂടെ എടുക്കും. ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ ഉൾഭാഗവും പുറം വശവും ഒക്കെ തന്നെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്തിരിക്കുന്നത് വളരെയേറെ നന്നായിരിക്കും. നമ്മളുടെ തുണികളിൽ പൊടികൾ പിടിക്കാണ്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ എപ്പോഴും പുതിയതുപോലെ ഇരിക്കാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്